കളിച്ച് അയ്യപ്പനോട് കളിച്ച് കളിയിൽ കൊതി വിട്ടു. നമ്മൾ ഈ കൊച്ചുകുട്ടികളൊക്കെ കളിക്കുമ്പോൾ നമ്മൾ പറയും കളിയിൽ കൊതി വിടരുത് എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് കളിക്കണം, ഒരു സിസ്റ്റം വെച്ചിട്ട് കളിക്കണം. ഇത് എല്ലായിടത്തും കയറി ശബരിമലയിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ സുഭാഷിതം ചാനൽ നിങ്ങൾ ദയവായി കാണണം. അതിനകത്ത് ശബരിമലയിൽ വനിതകളെ കയറ്റുന്നതിനുള്ള ഗൂഢാലോചനയുടെ കഥ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു കേരള സർക്കാരിൻ്റെയും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നിന്നവരുടെയും പിന്നിൽ അണിയറയിൽ പ്രവർത്തിച്ചവരുടെയും ശബരിമല വനിതാ കയറ്റണമെന്നുള്ള ഗൂഢാലോചന. എന്തായാലും അയ്യപ്പൻ്റെ അടുത്ത് വനിതകളെ കൊണ്ടുപോകാൻ നോക്കി. അന്നേ അയ്യപ്പൻ നോക്കി ഒരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകളുടെ തലയ്ക്കകത്ത് കയറി വലിയ പണി ചെയ്തു. അവന്മാർ സ്വർണ്ണപ്പാളി അടിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ ഇതാ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം തൊട്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് അത് അവസാനം മുരാരി ബാബുവിലെത്തി. മുരാരി ബാബുവിൽ നിന്ന് അടുത്ത ജഗദീഷിലെത്തി. അടുത്ത അവിടെ നിന്ന് സുധീർ ബാബു എന്ന് പറഞ്ഞ അടുത്ത ആളിലെത്തി. സുധീറിലെത്തി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് എൻ വാസുവിലെത്തി. വാസു പറഞ്ഞു ഞാൻ മാത്രമല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു പത്മകുമാറിന് പങ്കെടുത്തെന്ന് പറഞ്ഞു. പത്മകുമാറിലെത്തി. പത്മകുമാർ ഇന്നലെ പറഞ്ഞിരിക്കുന്നു ഞാൻ മാത്രമല്ല കടകംപള്ളി സുരേന്ദ്രൻ ഇതിനകത്ത് പങ്കുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഇനി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. കടകംപള്ളി ചോദ്യം ചെയ്യുമ്പോൾ കടകംപള്ളി പറയും എൻ്റെ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി അറിയാതെ ഞാനിത് വല്ലതും ചെയ്യുമോ? അങ്ങനെ ക്യാപ്റ്റൻ, കപ്പിത്താൻ, പിന്നെ അതുപോലെ തന്നെ കാരണഭൂതൻ, ഇരട്ടച്ചങ്കൻ കൂടി ഇതിലേക്ക് പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. വിധിയുടെ വൈപരീത്യമെന്ന് പറയട്ടെ. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നതുമായി ബന്ധപ്പെടുത്തി ബഹളമുണ്ടാക്കിയിട്ട് 2 പ്രാവശ്യമാണ് അതിൻ്റെ ഗുണം കോൺഗ്രസിന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. ഇപ്പോഴത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടത്തി, വികസന പ്രവർത്തനമൊക്കെ നടത്തിയെന്ന് പറഞ്ഞ് വലിയ ഹൈപ്പിലേക്ക് വന്നപ്പോഴാണ്, എന്തെങ്കിലും ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞുകൊണ്ട് ജനങ്ങളെ ഹൈപ്പിലേക്ക് എടുത്തപ്പോഴാണ് അയ്യപ്പൻ വിശ്വരൂപമെടുത്ത് നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. ശബരിമല 2-3 കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, ഒരു മന്ത്രി, അതേത് മന്ത്രി ആയിക്കോട്ടെ, ഏത് വകുപ്പിലുള്ള മന്ത്രി ആയിക്കോട്ടെ, UDF ആവട്ടെ LDF ആവട്ടെ, ആ മന്ത്രിയുടെ വകുപ്പിന് താഴെയുള്ള വളരെ കീ പോസ്റ്റിലിരിക്കുന്നവർ, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ഡയറക്ടർമാർ, അങ്ങനെ കീ പോസ്റ്റിലിരിക്കുന്നവർ മന്ത്രി ആഫീസുമായി നല്ല ബന്ധം ആയിരിക്കുകയില്ലേ? ഒന്നാമത്തെ ചോദ്യം. അങ്ങനെ എല്ലാ മന്ത്രിമാരുടെ ആഫീസിൽ APSമാരുണ്ട്, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരുണ്ട്, ഇതുപോലത്തെ കാര്യങ്ങൾ നോക്കാൻ. അങ്ങനെ ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ ഓഫീസിലെ APS ആരാണ്? ആ APSനോടും മന്ത്രിയോടും, പ്രത്യേകിച്ചും പിന്നെ സാധാരണ ആളുകളാണ് APSനോട് പോയി പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ PSനോട് പറഞ്ഞാൽ മതി. ഇത് മന്ത്രിയോട് തന്നെ പറയാം. കാരണം ഇദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമാണ്, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു, മുൻ MLA ആണ് പത്മകുമാർ. അപ്പോൾ വളരെ വേണ്ടപ്പെട്ട നേതാവാണ്, വളരെ വലിയ നേതാവാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലെ വളരെ വലിയ നേതാവാണ്, സീനിയർ നേതാവാണ്. 25 വയസ്സിൽ ഏരിയ സെക്രട്ടറി ആയ ആളാണ്, പഞ്ചായത്ത് പ്രസിഡന്റായി വലിയ നേതാവാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം കേട്ടോ, വളരെ വലിയ നേതാവാണ് അദ്ദേഹം. ഒരിക്കലും കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കത്തില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിഷയം മുഖ്യമന്ത്രിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലേ? മുഖ്യമന്ത്രിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിഷയം ഗോവിന്ദൻ മാഷുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലേ? വലിയ ചോദ്യങ്ങളാണ് നമുക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് CPMൻ്റെ AKG സെൻറ്ററുമായി ബന്ധപ്പെടാതെ, ഗോവിന്ദൻ മാഷ് അറിയാതെ, അല്ലെങ്കിൽ ആ സംഘങ്ങൾ അറിയാതെ, അതിലാരെങ്കിലുമൊക്കെ അറിയാതെ, അതുപോലെ തന്നെ മുഖ്യമന്ത്രി അറിയാതെ കടകംപള്ളി സുരേന്ദ്രൻ മാത്രം അങ്ങനെ ഒരു ലെറ്റർ കൊടുക്കുമോ? കടകംപള്ളി സുരേന്ദ്രൻ ലെറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇതാണല്ലോ തുടക്ക വിഷയം, ഉണ്ണികൃഷ്ണനെ പരിചയപ്പെടുത്തിയത് കടകംപള്ളി സുരേന്ദ്രനാണ്. അവിടെ നിന്നാണല്ലോ ഇതിൻ്റെ തുടക്കം വരുന്നത്. അങ്ങനെ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ കത്തിൽ ഉണ്ണികൃഷ്ണൻ്റെ അപേക്ഷയിൽ കടകംപള്ളിയുടെ റെക്കമെൻഡേഷൻ്റെ ലൈൻ എന്താണ്, വരികൾ എന്താണ്, വളരെ പ്രധാനമാണ്. കൺസിഡർ ചെയ്യണമെന്നാണോ, പരിഗണിക്കണമെന്നാണോ, ഇയാൾക്ക് കൊടുക്കണമെന്നാണോ, ഇയാൾ അവിടെ കയറ്റണമെന്നാണോ, പോളി പൊളിച്ചു, എന്താണ് പോയിന്റ്? ഒന്നാമത്തെ വിഷയം. 2, അങ്ങനെ ഒരു കത്ത് കൊടുക്കുമ്പോൾ വളരെ പോസിറ്റീവായി ഉണ്ണികൃഷ്ണന് കത്ത് റെക്കമെൻഡ് ചെയ്യാൻ ഉണ്ണികൃഷ്ണനും കടകംപള്ളി സുരേന്ദ്രനുമായിട്ടുള്ള ബന്ധമെന്ത്? അതെന്തും ഇടപാടാണോ, ബിനാമി ഇടപാടാണോ, എന്താണ് അതിനകത്തുള്ള ബന്ധം? ഇത് വളരെ കൃത്യമായൊരു ചോദ്യമാണ്, വളരെ കൃത്യമായൊരു ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി എന്നുള്ള നിലയിൽ പരാജയമാണെന്ന് പറയേണ്ടി വരും. എങ്ങനെ പരാജയം? തൻ്റെ കീഴിലുള്ള ഒരു ദേവസ്വം പ്രസിഡന്റ് തന്നോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല, അപ്പോൾ അദ്ദേഹം പരാജയപ്പെട്ട മന്ത്രിയാണ്. വാസവൻ മന്ത്രിയോട് പ്രശാന്ത് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല, വാസവൻ മന്ത്രിക്ക് ഈ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിന് 3-4 പേരെ ചോദ്യം ചെയ്യാനുണ്ട്. ഒന്ന്, പത്മകുമാർ പറഞ്ഞതനുസരിച്ച് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യേണ്ടി വരും. കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നതനുസരിച്ച് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, അതുകൂടി പറഞ്ഞിട്ട് ഇവിടെ വരാം. അതായത് പത്മകുമാർ പിന്നെ ചാനലുകളിൽ വഴി പത്മകുമാർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചാനലുകൾക്കൊരു ബൈറ്റ് കൊടുക്കുന്നുണ്ട്. ദൈവതുല്യമായി കരുതുന്ന ചിലർ ഈ കേസിൽ പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്കറിയാം ഇതൊക്കെ. ആരാണ് കേരളത്തിൽ ദൈവതുല്യർ? തന്ത്രിയാണോ, പോറ്റിയാണോ, പിന്നെ മേൽശാന്തിയാണോ, പിന്നെ അതേ സംസ്ഥാനത്തിൻ്റെ മേൽശാന്തിയായ മുഖ്യമന്ത്രിയാണോ, പിന്നെ അതോ പാർട്ടിയുടെ സെക്രട്ടറിയാണോ? ആരാണ് ഈ പത്മകുമാർ പറഞ്ഞ ദൈവം? ആരാണ്? അല്ലെങ്കിൽ ദൈവതുല്യരായിട്ടുള്ള ആൾ ആരാണ്? അതോ വേറെ പുറത്തുള്ള ആരെങ്കിലും ആണോ? അവരാരെങ്കിലും അറിഞ്ഞിട്ടാണോ ഈ കൊള്ളയെല്ലാം നടന്നിരിക്കുന്നത് എന്ന് പത്മകുമാറിന് പറയാൻ ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ പത്മകുമാർ പറയുമ്പോൾ കടകംപള്ളിയിലേക്കാണ് ഇപ്പോൾ നിഴൽ പോകുന്നത്.
ആ കടകംപള്ളിയിലേക്ക് ചോദ്യം ചെയ്ത് വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഇത് അറിയാമെങ്കിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ ഒരുപാട് ആളുകളെ ചോദ്യം ചെയ്യേണ്ടി. പിന്നെ അതുപോലെ KP ശങ്കരദാസ് എന്ന് പറയുന്ന മുൻ ദേവസ്വം ബോർഡ് മെമ്പറെ ചോദ്യം ചെയ്യേണ്ടി വരും. പുനലൂർ മധു എന്ന് പറഞ്ഞ ദേവസ്വം ബോർഡ് മെമ്പർ മരിച്ചുപോയി, അതുകൊണ്ട് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ചോദ്യത്തിലേക്ക് ബന്ധേക്കാം. അതുപോലെ തന്നെ അത് പക്ഷേ ഉമ്മൻചാണ്ടിയുടെ കാലത്തായിരുന്നു അദ്ദേഹം ദേവസ്വം ബോർഡ് മെമ്പർ, ഇവരുടെ കാലത്തായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിനോട് ഈ സ്വർണ്ണവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പ്രസക്തിയില്ല. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്, ഉമ്മൻചാണ്ടിയുടെ കാലത്തായിരുന്നു. അതേസമയം നമ്മുടെ വിജയകുമാർ എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തുള്ള ഒരു വ്യക്തി ദേവസ്വം ബോർഡ് മെമ്പറായിരുന്നു, CPM-ൻ്റെ സെക്രട്ടേറിയറ്റിലൊക്കെ പ്രവർത്തിച്ചിരുന്ന വളരെ വലിയ നേതാവായിരുന്നു, ഈ യൂണിയൻ്റെയൊക്കെ വലിയ നേതാവായിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ ചോദ്യം ചെയ്യേണ്ടി വരും. അതുപോലെ ജയശ്രീയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. എന്തായാലും ക്യാപ്റ്റൻ ആരാണ്? കാരണഭൂതനാണോ, ഇരട്ടച്ചങ്കനാണോ, കപ്പിത്താനാണോ, ആരാണ് ഇതിൻ്റെ ക്യാപ്റ്റൻ? മാസ്റ്റർ ബ്രെയിൻ ആരുടേതാണ്? മാസ്റ്റർ മൈൻഡ് ആരുടേതാണ്? ശബരിമലയിൽ സ്ത്രീകളുടെ വിഷയമുണ്ടാക്കി, വിവാദമുണ്ടാക്കി, കത്തിച്ച് നിർത്തിയതിന് ശേഷം അവിടുത്തെ സ്വർണ്ണപ്പാളികൾ അടിച്ചുകൊണ്ട് പോയി കോടാനുകോടി രൂപ ഉണ്ടാക്കാമെന്നുള്ള, അങ്ങനെ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ കോടാനുകോടി സ്വത്തുക്കൾ അടിച്ചു പോവാൻ പറ്റിയ മാസ്റ്റർ ബ്രെയിൻ ആരുടേതാണ്? ഇതിന് സമാനമായ ഒരു കാര്യം കൂടി പറയാം. CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു തീരുമാനമുണ്ടായി, കഴിയുന്നത്ര അമ്പലങ്ങളിൽ CPM-കാർ കയറി പറ്റണം, അവരുടെ അമ്പല കമ്മിറ്റിയിലൊക്കെ. ഇതിനായിരുന്നു എന്നതുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കരക്കമ്പി.